ഞാൻ ലേറ്റ് ആയോണ്ട് ചേട്ടൻ എന്നെ കൂട്ടാതെ ജോഗിങ്ങിന് പോയി കാണും. ആ, ഇതാണ് എന്റെ പപ്പ. അച്ഛാ ഹായ്. പുള്ളി ആരോഗ്യത്തിൽ വളരെയധികം ശ്രദ്ധിക്കുന്ന ഒരാളാട്ടോ. ഒരു രക്ഷയില്ല കേട്ടോ. ഇത്രയും ഫ്ലെക്സി ബോഡി ഉള്ളൊരു ഇത്രയും പ്രായമുള്ള ഒരാള് ഈ കേരളത്തിൽ ഈ വീട്ടിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓ വാ. അങ്ങനെ ഇന്നെങ്കിലും ജോഗിങ്ങും യോഗയും സ്കിപ്പ് ചെയ്യാൻ ഞാൻ തീരുമാനിച്ചു. നന്നായിട്ടൊരു കുളി, എണ്ണയൊക്കെ തേച്ച്, എന്നിട്ട് മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്ന് ധ്യാനിക്കാം, അങ്ങനെ വിചാരിച്ചോട്ടോ. ഓ മൈ ഗോഡ്, അപ്പോഴാ സർപ്രൈസ് വന്ന. ചേട്ടൻ എനിക്ക് സ്പെഷ്യൽ ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയേക്കുന്നു. ഓ ഗോഡ്, ഞാൻ അപ്പോഴാ ഓർത്തത് ഇന്നെന്റെ ബർത്ത്ഡേ ആയിരുന്നു. നിന്റെ ഇഷ്ടപ്പെട്ട ഐറ്റംസ് ആണ്. അവിടെ ഇരുന്നു. സത്യം പറഞ്ഞ എന്റെ എല്ലാ കാര്യങ്ങളും എന്നേക്കാൾ അറിയുന്ന ചേട്ടനാണ് കേട്ടോ. ചേട്ടനാണ് എന്റെ ഹീറോ. മോർണിംഗ് മോർണിംഗ്. Hi guys. സമയം എത്രയായി നോക്കിയത്? സമയം എത്രയായിന്ന് പറയാ. എവിടേക്കാ പോണ്? ഞാനേ ആ സഞ്ജീവനി ഹോസ്പിറ്റലിൽ പെയിന്റ് അടി ഉണ്ട്. അപ്പൊ അതിന് ടെൻഡർ കൊടുക്കാൻ വേണ്ടിട്ടേ അതിന് പോവാൻ വേണ്ടി നിന്നാ 10 മണിയാകുമ്പോഴേക്കും എല്ലാവരും എത്തും അവിടെ. എല്ലാതും പോയി എടുത്തിട്ട് ഒക്കെ പറഞ്ഞ സമയത്തിന് ഇത് ചെയ്ത് കൊടുക്കാൻ പറ്റുമോ? അല്ല, അത് അത്യാവശ്യം കാശ് കിട്ടണതാണേ. അത് നമ്മള് കയ്യിൽ നിന്ന് കളയാൻ പറ്റില്ലേ. ഞാൻ ഈ പെണ്ണ് ചായ എടുത്തിട്ട് അത് കഴിച്ചിട്ട് പോവാന്ന് കരുതിട്ട്. എന്താ കഴിക്കാറായില്ലേ? ഇഡ്ഡലിയാണ് ഇന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെ വിളിക്കും. മണ്ടു, ശരി മണ്ടു, കഴിക്കാറായി എടുത്തു വെച്ചോ. സുഗതേട്ടാ, സുഗതേട്ടാ അങ്ങോട്ട് വന്നേ. ഭക്ഷണം എടുത്തു വെച്ചോ. സുഗതേട്ടാ, അങ്ങനെന്തിനു വരുന്നത്? നീ ഭക്ഷണം എടുത്ത് വെച്ചിട്ട് വിളിക്കും. എനിക്ക് പോണേ. ഇങ്ങോട്ട് വരാൻ. വിളിക്കണ പോയൊക്കെ എന്തിനാന്ന്? എനിക്കിപ്പോ പോവാൻ സൗകര്യമില്ല. വേണം ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വന്നേ. എന്തിന്? ഇങ്ങോട്ട് വരാൻ. എനിക്ക് സമയമില്ല, പോണ എനിക്ക്. അതെ, സുഗതേട്ടന് ഒരു കാര്യം ചെയ്യണം. തേങ്ങ ചെരവിട്ട് ഒന്ന് ചമ്മന്തി അരച്ചു തരണം. എന്തിനാന്നോ? അപ്പൊ ഇത്ര നേരമായിട്ട് ഒന്നും ചെയ്തിട്ടില്ലേ? ഇല്ല, ഇന്നു മുതൽ നമ്മൾ അങ്ങനെയാണ്. അച്ഛാ, നമ്മുടെ ആ ലെച്ചൂസ് വ്ലോഗിലില്ലേ, ആരോമല് സാൻഡ്വിച്ച് ഉണ്ടാക്കി, ജ്യൂസ് ഉണ്ടാക്കി, ലച്ചു എണീക്കുമ്പോഴേക്ക് കൊണ്ട് കൊടുക്കുക. നമുക്കിപ്പോ സാൻഡ്വിച്ച് ഒന്നും വേണ്ട, ഇഡലിയും ചമ്മന്തിയൊക്കെ മതി. അപ്പൊ ചമ്മന്തി ഇന്ന് സൂതായിട്ട് അരക്കണം. വാ എനിക്കും ഒന്ന് പോയി അരച്ചു കൊടുക്ക്. എന്താ ചെയ്യ പറയണ്? അച്ഛാ, അങ്ങനെയല്ലേ അച്ഛാ, ഭാര്യയെ സഹായിക്കണ്ടേ ഭർത്താവ്? വാ. പിന്നെ നിന്റെ കൂടെ അടുക്കളയിൽ വന്ന് ചമ്മന്തി അരച്ചിരിക്കലല്ലേ എനിക്ക് പണി. നേരം വഴിയല്ലേ എന്റെ പണി പോവും.
പണ്ട് കണ്ട ഫോണിലോരോന്ന് കണ്ടിട്ട് വേഷം കെട്ടാൻ പറഞ്ഞിരിക്കുകയാണ്. എന്തത് പോയി പണിയൊക്കെ ഇടുന്നു. മനുഷ്യനെ കൊണ്ട് എന്ത് സാധനം ഇത്? ആ ചമ്മന്തി അരച്ചിട്ട് അവന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കഴിച്ചിട്ട് പൊക്കൂടെ? അച്ഛൻ അറിയാത്തോണ്ടാണ്. നമ്മുടെ ഭർത്താവ് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി തരുമ്പോ എന്ത് സന്തോഷാന്നറിയോ? ആ ലച്ചുവിന്റെ ഒരു സന്തോഷം. ലച്ചു ശരിക്കും ഭാഗ്യവതിയാ. ആരോമലെല്ലാം ചെയ്തു കൊടുക്കും. ഈ മനുഷ്യന് അത് വീട്ടിൽ പണിയൊന്നും ഇല്ലാതിരിക്കണ സമയത്ത് നിങ്ങൾക്ക് അത് ചെയ്യാതിരിക്കുക എന്ത് വേണമെങ്കിലും ആയിക്കൂടെ? അങ്ങനെയൊന്നും അല്ല അച്ഛാ. എങ്ങനെയല്ല? എല്ലാ ദിവസവും ഭാര്യനെ പൊന്നുപോലെ സ്നേഹിച്ച് ഭക്ഷണമൊക്കെ കൊടുത്ത് എന്ത് രസമായിരിക്കും അങ്ങനെ. എന്റെ വയറ് കാളിയിട്ടോ എനിക്കും എല്ലാം തിന്നാൻ കിട്ടുവോ? അച്ഛന്റെ കാര്യം മാത്രമേ ഉള്ളൂ. മോളുടെ സന്തോഷമൊന്നും വലുതല്ല. ആ ലച്ചുവിന്റെ അച്ഛനെ കണ്ടു പഠിക്ക്. ലച്ചുവിന്റെ അച്ഛനാണ് അച്ഛൻ. ആ മന്മഥൻ അങ്കിളിനെ പോലത്തെ ഒരു അച്ഛനെ കിട്ടിയാൽ മതിയായിരുന്നു. ഇത് അങ്ങനെയല്ല, സ്വന്തം കാര്യം മാത്രം. ഇഡലിയും ചമ്മന്തി ഇഡലി. നല്ല അവസ്ഥയിലേക്ക് തന്നെ പോക്ക്. എവിടെ ചെന്ന് നിക്കുന്നുള്ളത് കണ്ടറിയേണ്ടി വരും. എന്തെന്ന് കുറവ്? നല്ല പെണ്ണ്, നല്ല കുടുംബം, ഓക്ക് ചെറിയ പണി പറ്റൂലല്ലോ. അതൊന്നും പറ്റൂല. ഓക്കെ, എന്റെ സമയം വെറുതെ കളയാൻ വേണ്ടിട്ട് ഇതെനക്ക് കിട്ടണ്ടേ? എനക്ക് കിട്ടണ്ട്. നമ്മളെ ആത്മാർത്ഥ ചങ്ങായിയെ പോലെ സ്നേഹിച്ചു വേണം കിട്ടണ്ട തന്നെ. എത്ര കാലായിട്ട് എത്ര കാലം ഒരു കാര്യം ഞാൻ പറയും. ഒരു എത്ര എന്റെ ജീവിതം മുഴുവൻ എനിക്ക് വേണ്ടി മതി ഒരു മനസ്സിലാക്കാൻ വേണ്ടി. എന്താണ് ഒറ്റ കാര്യം ചോദിക്കുന്നു ഞാൻ. ഇപ്പൊ ഞാൻ കാണിച്ച പെണ്ണിന് എന്താണ് കുറവ്? ഓക്ക് വീടില്ലേ, ഓക്ക് സൗന്ദര്യമില്ലേ, ഓക്ക് അച്ഛനില്ലേ, അമ്മയില്ലേ, ഓക്ക് ചെറിയ പണിയില്ലേ, പിന്നെ എന്തെന്ന് കുറവ് പറ. അങ്ങോട്ട് പോകാൻ വഴിയുണ്ടാ? കാറ് കയറുന്ന ഒരു വഴിയുണ്ട് അങ്ങോട്ട്. ഇപ്പൊ ചെള്ള ചവിട്ടിട്ടല്ലേ നമ്മൾ അങ്ങോട്ട് പോയത്. എടാ നിന്റെ ഈ ഉടക്കൽ വണ്ടി കയറേണ്ട വയ്യല്ലേ അത്? നിനക്ക് ഏടാ കാറല്ലേ? കാറ് മേടിക്കുമല്ല എപ്പോഴായാലും. ഏത് കാലം പോലും പറഞ്ഞിട്ട് നീ ഒരു കാര്യം, നിനക്ക് മാനത്ത് പൊട്ടി വീട പെണ്ണാ വേണ്ടത്. എന്താ ഉണ്ണിയേട്ടൻ നീ പറയണ? ഈ തള്ളമ്മനെ ഞാൻ കെട്ടണോന്നാണ് പറയണ. അവളുടെ മുഖത്ത് നോക്കിയാ വയസ്സ് എന്റെ 5 കുറച്ചാണ്, അവിടെ 20 കുറച്ചാണ് എന്നോട് പറഞ്ഞേക്കണ കണ്ടിട്ട്. എന്തെന്നാ നീ പറയുന്നത്? പിന്നെ എന്ത് സുന്ദരിടത്? ആ സുന്ദരിയാണ് കെട്ടിക്കോന്ന്. പിന്നെ ഏത് നീ ഉദ്ദേശിക്കുന്നത്? ഏതാ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഇത്രയും നാൾ കെട്ടാതെ നടന്നതിന് എന്റെ മനസ്സിൽ ഒരു പെണ്ണിന്റെ രൂപമുണ്ട്. നീ ചത്ത പുല്ല് മുളച്ചിട്ടാണ്. ഉണ്ണിയേട്ട ഞാൻ കാണിച്ചു തരാം. എന്തെന്ന് കാണിച്ചത്? ഒരൊന്നും കാണണ്ട. ഇല്ല, ദേ നോക്ക്, ഇത് കണ്ട. ഇത് ലച്ചൂസ് വ്ലോഗ്. ആ ലക്ഷ്മിനെ കണ്ട, അവളുടെ ഐശ്വര്യം കണ്ട. ഇവിടെ ഇതൊന്നും നേരെ നമുക്ക് പറയാൻ പറ്റില്ല. എങ്ങനെയാണ് സ്വഭാവം? നല്ല സ്വഭാവം ഉണ്ണിയേട്ട അവളുടെ. ആ ഭർത്താവിനെയും കുടുംബത്തിനെയൊക്കെ എന്ത് ഹാപ്പി ലൈഫാണെന്ന് അറിയാമോ അവളുടെ. മോനെ ഹരി, എനിക്ക് കിട്ടും. ഇത് കണ്ട, ഈ ആരോമല്ല നോക്കിയേ, എന്തെങ്കിലും ലുക്ക് ഉണ്ട? ഊത്തക്കൂരിയുടെ പോലെ ഇരിക്കണം അവന്റെ വയറ്. അവളെ കിട്ടിയില്ലേ? എത്ര നല്ല പെണ്ണിനാണ് ഞാൻ കാണിച്ച. നീ ഉണ്ണിയേട്ടനൊരു കാര്യം ചെയ്യും, ഇതുപോലത്തെ ഒരു ഐശ്വര്യമുള്ള കുടുംബത്തിൽ പിറന്ന നമ്മളോട് വൈബായിട്ട് നിൽക്കാൻ പറ്റിയ ഒരു പെണ്ണിനെ എനിക്ക് കാണിക്ക്. ഞാൻ അപ്പൊ തന്നെ കെട്ടിക്കൊണ്ടുവരാം. ഉടുത്ത തുണി മാത്രം മതി, എനിക്ക് സ്ത്രീധനവും വേണ്ട. ഹരി, എന്റെ ആത്മാർത്ഥ ചങ്ങായിട്ട് മാത്രം പറയുന്ന. നീ എന്താ കുടുക്കൽ പോയി വീയല്ലേ? ഉണ്ണിയേട്ട, എന്റെ ഒരു ആഗ്രഹമാണ് ഉണ്ണിയേട്ട. ആരോമലിന്റെ ലച്ചുവിനെ പോലത്തെ ഒരു പെണ്ണിനെ എനിക്ക് എവിടെന്നെങ്കിലും ഒന്ന് സംഘടിപ്പിച്ചതാ ഉണ്ണിയേട്ട. എന്താന്ന് വെച്ചാ ഞാൻ ചെയ്യാം. ആഗ്രഹിച്ചു പോയി, അതാണ്. തരൂല്ലേ ഉണ്ണിയേട്ട? എനക്ക് തുറക്കാതെ പോയപ്പോ ആര്യാടാ നീ? 28 48 ഞാൻ നോക്കും. ഓള വേണ്ട, ഓള നോക്കിയത്. സുധേട്ടാ, സുധേട്ടാ, എണീക്ക്. വാ, നമുക്ക് ബീച്ചിൽ പോവാന്ന്. ആ ലച്ചൂസ് വ്ലോഗിലെ അവർ രണ്ടുപേരും കൂടി ബീച്ചിൽ പോയിട്ട് എന്ത് രസമായിരുന്നെന്ന് അറിയോ? നമുക്കൊന്ന് പോവാന്നേ. വാ, റെഡി ആവ്. ഈ നട്ടുച്ചയ്ക്കാ? പിന്നെ വാന്ന്. പൊടിയാണ്, നമുക്ക് പ്രാന്താണ്. ഇങ്ങനെ കിടന്നാൽ എങ്ങനെയാ? ജീവിതം ആസ്വദിക്കാനുള്ളതാ, അല്ലാതെ ചുമ്മാ ഇങ്ങനെ കിടന്ന് ഉറങ്ങാനുള്ളതല്ല. നിന്നോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല ബ്ലോഗും സാധനം കണ്ടിട്ട് എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത്. എന്തപ്പോ ഇതില് ബുദ്ധിമുട്ട്? എന്ത് ബുദ്ധിമുട്ട്? കാശ്മീരി കൊണ്ടുപോകാനൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ, ബീച്ച് കൊണ്ടുപോകാനല്ലേ പറഞ്ഞേ.
ഇന്നലെ രാത്രി ഞാൻ നിന്നോട് എന്താടി പറഞ്ഞു? എന്താ? ഇന്നലെ രാത്രി നീ 12 മണിക്ക് തട്ടുകടയിൽ പോയിട്ട് കട്ട കുടിക്കണം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞില്ലേ മേലെ ഈ സ്വഭാവന്റെ അടുത്ത് കാണിക്കരുത്. എന്തപ്പോ തട്ടുകടയിൽ പോയിട്ട് രാത്രി കട്ടൻ കുടിക്കുമ്പോൾ ഒരു രസം അവര് ആ വീഡിയോയില് കണ്ട അവർ രണ്ടുപേരും എത്ര ഈ വീഡിയോയിൽ ആർക്ക് എന്തൊക്കെ കാണിക്കും? അതാ ജീവിതം. ആ പെണ്ണ് പറയുന്നത് കേട്ടിട്ട് ആ കൊന്ത പിന്നാലെ നടക്കണ പോലെ നടക്കണം ഈ പറയുന്നത്. അതെ, കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി എന്റെ എന്തെങ്കിലും ഒരു ആഗ്രഹം നിങ്ങൾ ഇതുവരെ ചോദിച്ചിട്ടുണ്ടോ? ഒരു 6 മാസമായിട്ടല്ലേ നിനക്ക് ഈ സുഖം തുടങ്ങിയിട്ട്. അതിനുമ്പ് ഞാൻ ചെയ്തു തന്നൊക്കെ നീ മറന്നാ? മനുഷ്യനൊരു ആഗ്രഹം പറയുന്നത് സൂക്കേടാണ് കാണുന്നത്. നിങ്ങൾക്ക് എന്താ എന്താണ് എന്റെ അച്ഛൻ ഒന്ന് ബീച്ചിൽ പോണോന്ന് പറഞ്ഞു പോയി. അതിനാണ് ഈ ഞായറാഴ്ച ദിവസം നട്ടുച്ചയ്ക്ക് ബീച്ചിൽ പോണെന്ന്. ഇതിനൊക്കെ നിന്നെ പറഞ്ഞാ മതി. ആ എന്റെ അച്ഛൻ 18 കൊല്ലായി കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത കുഴപ്പം ഇപ്പൊ 6 മാസമായിട്ടാ തുടങ്ങിയിട്ട്. അതന്നെ ഞാൻ പറയണത്. ഈ വക തോന്നിയാസങ്ങളൊക്കെ തുടങ്ങുന്ന സമയത്ത് നിർത്തിക്കണായിരുന്നു. അതെന്താ നിർത്തിക്കാതിരുന്നത്? അല്ല, അച്ഛൻ എന്താ പറയണേ? അച്ഛൻ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. ആ ലെച്ചൂസ് ബ്ലോഗിലെ ലെച്ചുവിന്റെ അച്ഛനുണ്ടല്ലോ മന്മഥൻ, ഇപ്പൊ എല്ലാരും അറിയണ ആളായി. എന്താ കാര്യം? ആരോമല് എല്ലാ സ്ഥലത്തും കൊണ്ടേ കാണിക്കും. അച്ഛന്റെ മരുമോനായത് ഇങ്ങേരുണ്ടല്ലോ, ഇതുവരെ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അച്ഛനെ കൊണ്ടുപോയിട്ടോ? എനിക്ക് എവിടേക്കും പോണ്ട. നിങ്ങൾ ഈ തല്ലൊന്ന് നിർത്തിയാൽ മതി. അച്ഛനെ ഞാൻ എവിടെ കൊണ്ടുപോയി? എവിടെ നിങ്ങൾ കൊണ്ടുപോയി? എവിടേക്കാ പോയിട്ട് കഴിഞ്ഞ മുമ്പത്തെ സിനിമയ്ക്ക് പോയില്ലേ? പിന്നെ സിനിമയ്ക്ക് വരെ ഒരു കാര്യം. അച്ഛമ്മൾക്ക് കൂട്ടുകരുതിട്ടോ. മര്യാദയ്ക്ക് ഇവളോട് നേരാമണ്ണാണെങ്കിൽ എന്റെ കൂടെ ജീവിക്കാൻ പറഞ്ഞോ, ഇല്ലെങ്കിൽ ഞാൻ എന്റെ പണി നോക്കി പോവും. ഞാൻ എവിടെ കടന്ന് പോവാണ്. കേൾക്കണം. കഴിഞ്ഞ ഞായറാഴ്ച എന്തിനാ വക്കാണ്ടായി അച്ഛൻ അറിഞ്ഞൂടെ? പണി മാറ്റിയിട്ട് ഞാൻ ക്ഷീണിച്ച് വന്ന സമയത്ത് ഇപ്പോൾ എന്റെ അടുത്ത് വന്നിട്ട് എന്താ പറഞ്ഞറിയോ? ഞാൻ ഈ ഫോൺ എടുത്തിട്ട് ക്യാമറ ഓൺ ആക്കിയിട്ട് ഇവളുടെ മുഖം കാണത്തക്ക രീതിയിൽ ഇങ്ങനെ കടിച്ചു പിടിച്ചിട്ട് ഇവളെ 2 കയ്യിലേറ്റിട്ട് ടെറസിന്റെ മുകളിൽ നിന്ന് കേക്കച്ചാ ടെറസിന്റെ മുകളിൽ നിന്ന് അതങ്ങനെ പറഞ്ഞു വിള്. എനിക്ക് പറ്റുമോ? എന്താ ട്രെൻഡ് എന്ന് പറഞ്ഞ് ടെറസിന്റെ മുകളിൽ നിന്ന് ഇത്രയും പോകുന്ന ഇവളെടുത്ത് പൊക്കല എനിക്ക് പണി? ഇവൾക്ക് ഭ്രാന്തല്ലേ? ഒരു കാര്യം ഞാൻ പറയാച്ചാ, ഇവിടെ സ്വഭാവം മാറ്റിയില്ലെങ്കിൽ ഞാൻ വിളിച്ചിട്ട് എന്റെ പണി നോക്കി പോയി. എന്താ വേണ്ട അത് പറഞ്ഞ എനിക്ക് ഇങ്ങനെ ജീവിക്കാൻ പറ്റില്ല. എന്ത് വേണ്ട? ബീച്ചിലേക്ക് കൊണ്ടുപോയി എനിക്ക് പറ്റില്ല. എവിടേക്ക് പോണ്? ചൂടും കേൾക്കാനായിക്കാതെ പോണോ? പൊക്കോ. എന്നെ അങ്ങനെ ഒഴിവാക്കാന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. ഒരു കാര്യം ഞാൻ പറയാം, വല്ലോടത്തും വല്ലതും കണ്ടിട്ട് അതുപോലെ കൊച്ചു വേഷം കെട്ടാൻ എന്നോട് പറഞ്ഞിട്ടില്ല. പറ്റില്ല. വല്ലോടത്തും വല്ലതൊന്നും അല്ല, അവരൊക്കെ മനുഷ്യര് തന്നെയാ. ബാക്കിയുള്ള മനുഷ്യർക്കൊക്കെ പറ്റും, നിങ്ങൾക്ക് മാത്രം പറ്റില്ല. എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് തീരെ താല്പര്യമില്ലെങ്കിൽ പിന്നെ എന്റെ പുറകെ എന്നെ വേറെ ദേഷ്യം പിടിപ്പിച്ചേണ്ടല്ലോ. ഞാൻ പോയി വേറെ കല്യാണം കഴിക്കും. നിനക്ക് അനുസരിച്ച് തുള്ളണ ഏത് കോതി വെച്ചാൽ കെട്ടിക്കോ. ആ പറ്റിയ ആണെന്ന് ഞാൻ നോക്കട്ടെ. ആ ഞാൻ പോവും. ഏത് നേരത്തെ ഭഗവാൻ എനിക്ക് ഈ വീട്ടിലെ പെയിന്റ് അടിക്കാൻ വരാൻ തോന്നി? ഒലക്കാൻ ഒരു ലച്ചു ബ്ലോഗ്. ചേട്ടാ ആ ആ എന്നാലും മുട്ടിയിട്ട തേങ്ങ പോലെ ഒരാട്ടോ അനക്കൂല്ലാത്ത. സാധാരണ ഇങ്ങനെയല്ലോ. ഒന്നുമില്ലടാ. എന്നാലും എന്തോ ഒരു പ്രശ്നം ഉണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കൂലോ. ഒന്നുമില്ല. ഒരേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? പേരയില് പ്രശ്നമൊന്നുമില്ല. എന്നാലും എന്തോ ഒരു പ്രശ്നം ഉണ്ട്. സത്യേട്ടാ എന്താടാ? എന്തെന്ന പ്രശ്നം? ഒന്നുമില്ലാതെ എവിടെയല്ലേ പറഞ്ഞു? മനുഷ്യ തല വരുത്തിട്ടാണ് ഇങ്ങോട്ട് വന്നത്. എവിടെയെങ്കിലും ഒരു ഭാഗത്ത് സമാധാനമായിട്ട് ഇരിക്കാന്ന് വിചാരിച്ചിട്ട് അതിന് സമ്മതിക്കില്ലേ? ഞാൻ കുറച്ചാൽ ഇവിടെ ഇരുന്നെന്താ കുഴപ്പം? ഇവിടെ ഇരിക്കാൻ പാടില്ലേ? ഇവിടെ ഇരുന്നൂടെ? ഇരിക്കാം. നിന്റെ അച്ഛനുള്ള കാലത്ത് ഞാൻ ഇവിടെ വന്നിരുന്നിട്ടുണ്ട്. ഇനിയാണ് അച്ഛനെ പറയുന്നു. അവിടെ തന്ന ചായ കുടിക്കാൻ അവര് പറഞ്ഞാന്ന് ഉടക്കിട്ട് വന്ന പിന്നെ ചായ കുടിച്ചിട്ട് എന്തായാലും നമുക്ക് ഇഷ്ടമല്ലാത്തടത്തുനിന്ന് ചായ എന്ത് ഇഷ്ടക്കേട്.
10-7 പൊരുത്തം എവിടെ കിട്ടല്? തിരുവോണം ഉത്രട്ടാതി എന്താ കുറവുണ്ടാ? തെറ്റല്ലേ? ആ തിരുവോണം ഉത്രട്ടാതി എന്തെങ്കിലും പ്രശ്നമുണ്ടോ എപ്പെങ്കിലും? 10-7 എന്താ കുടിക്കാൻ വേണ്ട? 2 വെള്ളം തൊട്ടാ. സോഡ അത്തിരണോ? എനിക്ക് തോടൊന്നും വേണ്ട. ജീവിതം ഒത്തിരിക്കുന്ന ആൾക്ക് നീ തോട. എവിടെ പോയി? ഏയ്ന്നാ ഇവര് പെണ്ണ് കാണാൻ പോയത് 24ാമത്തെ. ആ നമ്മൾ അരുക്കുറ്റി ഗോഡൌൺ ഇല്ലേ? ഏ അരുക്കുറ്റി ഗോഡൌൺ, അതിന്റെ അപ്പുറത്തെ വീട് ആ ആ എല്ലാം സെറ്റായത്. അതെ. ഇവരെന്തോ പിടിച്ചിട്ട് ഇഷ്ടായില്ല. നമ്മുടെ മനസ്സിൽ ഒരു രൂപം ഉണ്ടല്ലോ, ആ. ഈ ഉണ്ണിച്ചേട്ടൻ കൊണ്ടുപോയി കാണിക്കണ ഒക്കെ ചട വന്ന സാധനം. നല്ല പ്രായം ഉണ്ടായിരുന്നു. ഇപ്പൊ എന്റെ മോളുടെ കല്യാണം അതെങ്ങനെ ഉണ്ടായി? പെയിന്റ് പണിക്ക് വന്നതാ സുഗതനെ. ഓനാ പായൽ ഇങ്ങനെ ചുരണ്ടി 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 നിൽക്കണ കൂട്ടത്തിൽ ഓളയും ചുരണ്ടി അവളെന്റെ കൂടെ പോയി. അവര് തമ്മിൽ ഒരു മാച്ചില്ല, ഒരു മാച്ചും ഇല്ലാന്ന്. നല്ല പ്രായം ഉണ്ടെന്നാണ് സുധേട്ടൻ അല്ലേ? ആ എന്നൊക്കെ ഒരു 5-6 വയസ്സ് കുറവുണ്ടാവും, അത്രേ ഉള്ളൂ. അയ്യോ ആ പെണ്ണാ, അതാ ഉണ്ണിയേട്ടാ ഞാൻ പറഞ്ഞത്. നമ്മള് കല്യാണം കഴിക്കാൻ നേരത്ത് നമ്മളെ രണ്ടുപേരെയും കൂടി കാണുമ്പോ, പെണ്ണിനെയും ചെക്കനെയും കൂടി കാണുമ്പോ ആളുകൾക്ക് ഒരു മാച്ച് തോന്നണം. ഇപ്പൊ ഇത് കണ്ട, സ്വന്തം അച്ഛനാണ് ഇതിന് പറയണത്. എത്ര പെണ്ണിനാ കാണിച്ചു കൊടുക്കും? അവന് പറ്റണതേ ചെയ്യാവൂ, ഇല്ലാത്ത ചെയ്യരുത്. ഈ ഉണ്ണിയേട്ടന്റെ കയ്യിലുള്ള എല്ലാ കേസുകളും ചട വന്ന പോലെ തന്നെ ഇപ്പൊ കണ്ടത് വിഗ് വെച്ചിട്ട് നിൽക്കുന്നു പെണ്ണ്. അത് ശരി. ആ അതിന് ഞാൻ കെട്ടണമെന്ന്. ആ അത് വേണ്ട. വിഗ് മോശം. വിഗ് മോശമൊന്നുമല്ല. ട്രാൻസ്പ്ലാന്റ് ചെയ്യാനുള്ള പൈസ അച്ഛൻ തരൂന്ന്, നീളത്തിന് മുടി വെക്കാൻ. എന്താ പറയണ്ടത്?